പഞ്ചാബ് ഗവർണർ ബൻവരിലാൽ പുരോഹിത് രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന ഗവർണറുടെ വിശദീകരണം. ബില്ലുകൾ ഒപ്പിടാതിരുന്നതിനെ തുടർന്ന് സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം രൂക്ഷമായിരുന്നു. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, എപ്പോഴാണ് ഗവർണർ രാജിവെച്ചത്? ഈ സൂചിപ്പിച്ചതുപോലെ ബില്ലുകൾ ഒപ്പിടാത്തതിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് രൂക്ഷമായിരുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? കീർത്തി, തികച്ചും വ്യക്തിപരമാണ് തന്റെ രാജി എന്നാണ് ഇപ്പോൾ പഞ്ചാബ് ഗവർണർ ബൻവരിലാൽ പുരോഹിത് വ്യക്തമാക്കുന്നത്. അതായത് വ്യക്തിപരമായ കാരണങ്ങളാലും മറ്റ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതിനാലുമാണ് രാജിവെക്കുന്നതെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച രാജിക്കത്തിൽ ഇപ്പോൾ പഞ്ചാബ് ഗവർണർ ബൻവരിലാൽ പുരോഹിത് പറയുന്നത്. 2 വാക്യത്തിൽ മാത്രമുള്ള ഒരു രാജിക്കത്താണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് വ്യക്തിപരമായ കാരണങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് താൻ രാജിവെക്കുന്നതിന് കാരണമെന്ന് മാത്രം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ രാജി കത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല കൂടി ഇദ്ദേഹം വഹിച്ചിരുന്നു. ഈ പദവിയും ബൻവരിലാൽ പുരോഹിത് രാജിവെച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ പഞ്ചാബ് ഗവർണറും സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം രൂക്ഷമായിരുന്നു. പ്രധാനമായിട്ടും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിനാലായിരുന്നു ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാവുകയും ചെയ്തതിന്. ഇതിന് പിന്നാലെ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ബില്ലുകളിൽ ഗവർണർ എടുക്കണം അല്ലെങ്കിൽ ഒപ്പിടണമെന്നും മന്ത്രിസഭയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നുമൊക്കെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിൽ പഞ്ചാബിലും രൂക്ഷമായിരുന്നു. നേരത്തെ കേരളത്തിന്റെ ഈ ഗവർണർക്കെതിരെ ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ സമാനമായ രീതിയിൽ പഞ്ചാബിന്റെ ഉത്തരവ് വായിച്ചു നോക്കാൻ രാജ്ഭവനോട് ഉത്തരവിടുകയും അതുപോലെ സമാനമായ രീതിയിലാണ് കേരളത്തിലും ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നൊക്കെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഈ ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു തർക്കം തന്നെയായിരുന്നു പഞ്ചാബിലും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ തികച്ചും വ്യക്തിപരമായ കാരണം കൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് ഗവർണർ ബൻവരിലാൽ പുരോഹിത് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. കീർത്തി, ജിൽബി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബില്ലുകൾ ഒപ്പിടാത്തതിൽ വലിയ തലത്തിൽ തന്നെ തർക്കമുണ്ടായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ. എന്നാൽ ഇപ്പോൾ തീർത്തും വ്യക്തിപരമെന്ന കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുന്നുണ്ടോ? കീർത്തി, മറ്റ് ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിട്ടില്ല. കാരണം ബൻവരിലാൽ പുരോഹിത് തന്നെ വ്യക്തമാക്കുന്നത് താൻ തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ ഇപ്പോൾ രാജിക്കത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ തനിക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അത് നിറവേറ്റാനും കൂടിയാണ് ഇപ്പോൾ ഈ രാജിയെന്നും ബൻവരിലാൽ പുരോഹിത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഗവർണർ സർക്കാർ പോര് രൂക്ഷമായപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമായിരുന്നു ഗവർണർക്ക് ഏൽക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ഈ പഞ്ചാബിൽ ഇത്തരത്തിൽ ഈ ബില്ലുകൾ ഒപ്പിടാനൊക്കെ ഗവർണർ തയ്യാറാവുകയൊക്കെ ചെയ്തത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കവും വിമർശനവും അതുപോലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ പഞ്ചാബ് ഗവർണർ ഏറ്റുവാങ്ങിയിരുന്നു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ തികച്ചും വ്യക്തിപരമായ കാരണം തന്നെയാണ് തന്റെ രാജിക്ക് പിന്നിലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ബൻവരിലാൽ പുരോഹിത് പഞ്ചാബ് ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബ് ഗവർണറാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ബില്ലുകൾ ഒപ്പിടാത്തതിനെ തുടർന്നുള്ള തർക്കം രൂക്ഷമായിരുന്നു. കോടതിയിൽ വരെ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലനിന്നിരുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വ്യക്തിപരമെന്ന കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.